ഫ്രണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഫീമെയിൽ ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് വെക്കുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ എന്തിനാണ് നമ്മളുടെ സുഹൃത്തുക്കളെ ഒഴിവാക്കുന്നത്? ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട് അങ്ങനെ. അതായത് അവർ റിലേഷൻഷിപ്പിലാകുമ്പോൾ അത്രയും കാലം അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും ഒഴിവാക്കിയിട്ട് അവർ ഈ വ്യക്തിയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങും. ഡെഫിനറ്റ്ലി പ്രയോറിറ്റി നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുക്കണം. അതിലെനിക്ക് ഒരു എതിർപ്പില്ല. അത് ഞാൻ ശരിവെക്കുന്ന ആളാണ്. ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ആവുള്ളൂ. പക്ഷേ നമ്മുടെ കൂടെ ഇത്രയും കാലം ജെനുവിനായിട്ട് നിന്നിട്ടുള്ള സുഹൃത്തുക്കളുടെ കാര്യമാണ് പറയുന്നത്, ബെസ്റ്റുകളുടെ കാര്യമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. റിയൽ ആയിട്ട് നിന്നിട്ടുള്ള, ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ എന്നെ ആരും ഹെൽപ്പ് ചെയ്യാതെ ഇരുന്നിട്ടുള്ള ടൈമിലൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാനൊരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ആ വ്യക്തിയുടെ വാക്ക് കേട്ടിട്ട്, അങ്ങനെ ഒരു പറയുന്ന ഒരാളെ ചൂസ് ചെയ്യരുത് ആദ്യത്തെ കാര്യം. അപ്പം ഞാൻ അയാൾക്ക് വേണ്ടി ഇവരെല്ലാവരും ഒഴിവാക്കി ഞാൻ അയാൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുക. എങ്ങാനും എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പോയി, ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ആ ആളുമില്ല ഇവരുമില്ല, ഞാൻ ആകെ മൂഞ്ചിപ്പോയ അവസ്ഥയില്ലേ. റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് അയാളുടെ പെൺസുഹൃത്തുക്കളായിക്കോട്ടെ ആൺസുഹൃത്തുക്കളായിക്കോട്ടെ ഒരു ബന്ധം വെക്കുന്നതിനോടൊന്നും ഞാൻ ഒരിക്കലും എതിർപ്പ് പറയില്ല. പക്ഷേ മോശമായിട്ടുള്ളൊരു ബന്ധമാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഡിഫെൻഡ് ചെയ്യപ്പെടേണ്ടതാണ്. അത് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ നല്ല രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിലുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ആവശ്യത്തിൽ കൂടുതൽ പ്രയോറിറ്റി തരുന്നുണ്ട്, ഈ വ്യക്തിയോട് സംസാരിക്കുന്നു, വിളിക്കുന്നു, വിശേഷം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളെ അയാൾ കെയർ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള അയാൾ തരുന്നില്ലേ? അപ്പം പിന്നെ അതിനെക്കുറിച്ച് കൺസേൺഡ് ആവേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഉണ്ടാവുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ആക്ച്വലി ഇങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിക്കാനേ പറ്റില്ല. കാരണം അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒഴിവാക്കിയിട്ട് അവർ ഇപ്പം കണ്ടവൻ്റെ കൂടെ അല്ലെങ്കിൽ കണ്ടവളുടെ കൂടെ പോയി എന്നുള്ളതാണ്. അപ്പം ആ വ്യക്തിയെ ഉപേക്ഷിക്കില്ല എന്ന് എങ്ങനെയുണ്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ? അപ്പം അത് അവർ ആക്ച്വലി ഒരു സ്ഥിരതയില്ലാത്ത ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലല്ലോ, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയും കൂടെ നിർത്തുക എന്നുള്ളതല്ലേ, അതല്ലേ ശരിക്കും ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺ ആവുന്നതൊക്കെ അപ്പോഴല്ലേ.